ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ PV അൻവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം ചേരണം, എന്ത് പ്രത്യയശാസ്ത്ര നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ അൻവറിനുണ്ടായ ആശയക്കുഴപ്പം ഏതാണ്ട് വളരെ പബ്ലിക്കായി പൊതുജനങ്ങൾക്കെല്ലാം അറിയാം. കാരണം DMKയുടെ പേര് പറഞ്ഞു, പിന്നീട് തൃണമൂലുമായി ചർച്ച നടത്തി, സമാജ്വാദി പാർട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു, അതിനുശേഷം അദ്ദേഹം ജയിലിൽ പോയി തിരിച്ചു വരുമ്പോൾ UDF-നൊപ്പമാണെന്ന് പറഞ്ഞു, അതിനുശേഷം അദ്ദേഹം തൃണമൂലിൻ്റെ ഭാഗമായി, ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിന്ന് വീണ്ടും കേരളത്തിൽ UDF-ൻ്റെ ഭാഗമാകാൻ കഴിയും എന്ന പ്രതീക്ഷ ഒക്കെ അദ്ദേഹം വെച്ചു പുലർത്തുകയാണ്. 2 ക്ഷമാപണമാണ് ഇന്ന് അദ്ദേഹം നടത്തിയത്. ഒന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിലും, ഒന്ന് VD സതീശനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിലും. PV അൻവർ UDF-നൊപ്പം നിൽക്കേണ്ട ഒരാളാണ് എന്ന് ഒരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ പരിഗണിക്കാവുന്ന ഒരാളാണ്, അത്തരമൊരു ക്രെഡൻഷ്യൽ PV അൻവറിനുണ്ട് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അൻവറിന് ഈ UDF-നുമായി ചേർന്ന് നിൽക്കുന്നതിനുള്ള ഒരു തടസ്സം ഈ 150 കോടി രൂപയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ ക്ഷമ ചോദിച്ചതോടുകൂടി, പ്രതിപക്ഷ നേതാവ് ആ ക്ഷമ അംഗീകരിച്ചതോടുകൂടി മാറിക്കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് അൻവറിൻ്റെ പ്രവേശനത്തിനുള്ള വാതിൽ അടച്ചിട്ടുമില്ല, എന്നാൽ തുറന്നിട്ടുമില്ല എന്നാണ്. അൻവറിനെ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ? ഭീഷൺ, ഇവിടെ നമ്മുടെ മുമ്പിൽ നടുവ് പ്രശ്നം. ഇവിടെ ശ്രീ PV അൻവർ അദ്ദേഹം പുതുതായിട്ടുണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, ഇന്ന് അദ്ദേഹം രാജി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും രാജിക്കത്ത് നൽകുകയും ചെയ്തിരിക്കുന്നു. രണ്ടാമത്തേത്, അദ്ദേഹം വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് അദ്ദേഹം അസന്ദിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. മൂന്നാമത്തേത്, അദ്ദേഹം UDF-ന് അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. നാലാമത്തേത്, അദ്ദേഹം ശ്രീ VD സതീശനെതിരെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണമാണ് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിരിക്കുന്നു. അഞ്ചാമത്തേത്, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കൂടി പറഞ്ഞിരിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞിട്ടുള്ളത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ക്ഷമ പറയുന്നു. അപ്പോൾ ആ രീതിയിൽ ജ്യോതികുമാർ ചാമക്കാല, ഒരു 2 കാര്യങ്ങൾ താങ്കൾ വിട്ടുപോയി. അതായത് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി UDF-ൻ്റെതാരാകണമെന്നൊരു നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നു. VS ജോയ്, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു സംഭവം. പിന്നെ മറ്റൊന്ന്, ആര്യാടൻ ഷൗക്കത്തിന് അദ്ദേഹം, അതായത് ഒരു സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടായിരുന്ന ആര്യാടൻ ഷൗക്കത്തിന് അദ്ദേഹം കണക്കറ്റ് പരിഹസിക്കുക കൂടി ചെയ്തു. ഞാൻ പറയാം, ഞാൻ വിട്ടുപോയതല്ല, ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് അത് കടക്കുകയായിരുന്നു. താങ്കൾ അതിൽ കയറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ടെന്നേ. അപ്പോൾ നിലമ്പൂരിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് റിക്വസ്റ്റ് ഡിമാൻഡ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു റിക്വസ്റ്റും ഡിമാൻഡൂടെ ചേർത്ത് കാണുന്നത്. ഏതായാലും റിക്വസ്റ്റ് ഡിമാൻഡ് അദ്ദേഹം UDF-ൻ്റെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ശ്രീ ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട ചില കമൻസ് നടത്തുന്നു. ആര്യാടൻ ഷൗക്കത്ത് തിരിച്ചും അതിന് മറുപടിയും പറയുന്നു. ഇത്രയുമാണല്ലോ ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്ത് പരമപ്രധാനമായ മറ്റു ചില കാര്യങ്ങൾ ഇവിടെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം ഇന്ന് പറഞ്ഞ ഏറ്റവും പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റായി ഞാൻ കണക്കാക്കുന്നത്, അദ്ദേഹത്തെ കൊണ്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കിങ്കരന്മാർ, അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ADGP ആയിരുന്ന ശ്രീ എം ആർ അജിത് കുമാർ ഉൾപ്പെടെ ഉള്ളവർക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ തൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി മാത്രമല്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് അത് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടണമെന്ന് CPM-ലെ മുതിർന്ന നേതാക്കന്മാർക്ക് താല്പര്യമുണ്ടായിരുന്നു. അവരുടെ താല്പര്യപ്രകാരമാണ് ഞാൻ അത്തരത്തിൽ പരസ്യമായി ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ രാജി പ്രധാനമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലതും പ്രാധാന്യമുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇൻറ്റേണൽ ഫൈറ്റിൻ്റെ ഭാഗമായി CPM-ലെ ഇത്തരത്തിലുള്ള കോക്കസിനെതിരായി രംഗത്ത് വരാൻ തയ്യാറല്ലാതിരുന്ന മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യുകയും അതൊരു വിവാദമായി മുഖ്യമന്ത്രി ഈ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അവരെ ഈ മുഖ്യമന്ത്രി പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അൻവറിനെ മോട്ടിവേറ്റ് ചെയ്ത, അൻവറിന്റെ പിന്നിൽ നിന്ന് കളിച്ച നേതാക്കന്മാർ ഫോൺ പോലും എടുക്കാതെ അൻവറെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതല്ലേ ഇതിനകത്ത് ഏറ്റവും പരമപ്രധാനമായ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് VPP മുസ്തഫയെ പോലുള്ളവരൊക്കെ കഴിഞ്ഞ 3 മാസം കൊണ്ട് മാത്രം ഈ അൻവറിന്റെ നിലപാടുകൾ മാറ്റത്തെ തള്ളിപ്പറയുന്നതും അൻവറിനെ അങ്ങ് തള്ളിപ്പറയുന്നതും. അതിന് അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യം മാത്രം ഞാൻ എടുക്കട്ടെ. ഞങ്ങൾക്ക് 98 MLA-മാരുണ്ട് അൻവർ കൂടാതെ, എന്നിട്ടും ഞങ്ങൾ എന്തുകൊണ്ട് PV അൻവർ പറഞ്ഞതിനെ ഞങ്ങൾ ഓൺ ചെയ്തില്ല എന്ന ചോദ്യം. ശ്രീ VPP മുസ്തഫ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെതിരായി 150 കോടി രൂപയുടെ ആരോപണം ഉന്നയിക്കുന്നത് നിയമസഭയിലാണ്. ആ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതില്ല എന്ന് ഒരു സ്റ്റാൻഡ് എടുത്തയാളാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോഴും ഔദ്യോഗികമായും ആ സഭയുടെ നാഥൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്തോ? ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞോ? അതിനുശേഷം എപ്പോഴെങ്കിലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ LDF-ന്റെ അന്നത്തെ കൺവീനർ EP ജയരാജനോ അതിനുശേഷം വന്ന TP രാമകൃഷ്ണനോ
ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്നത് വരെ എപ്പോഴെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അത് പറയാത്രത്തോളം കാലം LDFന്റെ MLA ആയി ഇടതുപക്ഷ സ്വതന്ത്രനായി ഇടതുപക്ഷത്തിന്റെ പാർലമെന്ററി പാർട്ടി അംഗമായിരിക്കുന്ന PV അൻവർ പറഞ്ഞതിനെ നിങ്ങൾ ഡിസോൺ ചെയ്തില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോഴും പൊതുസമൂഹത്തിലുണ്ട്. ഞങ്ങൾ പിന്നീട് ഏറ്റു പറഞ്ഞില്ലല്ലോ എന്ന് മാത്രമാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ആ വാർത്ത വന്നപ്പോൾ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന്റെ ചർച്ചയും മാധ്യമങ്ങളുടെ അതിന്റെ നിരീക്ഷണവും ഒക്കെ കണ്ടപ്പോൾ ഇത് ക്ലച്ച് പിടിക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, ഇതിനൊരു അടിസ്ഥാനവുമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങൾ സൈലന്റ് ആയി എന്നല്ലാതെ നിങ്ങളത് പിൻവലിച്ചിട്ടില്ല. ഈ നിമിഷം വരെ പിൻവലിച്ചിട്ടില്ല. നിങ്ങളുടെ മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടില്ല, പാർട്ടി സെക്രട്ടറി നടത്തിയിട്ടില്ല, LDF കൺവീനർ നടത്തിയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴും അത് നിയമസഭാ രേഖകളിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമായി കണക്കാക്കുന്നതില്ല. ആർക്കെതിരെയാണോ ആരോപണം വന്നിട്ടുള്ളത് ആ ആൾ തന്നെ, ശ്രീ VD സതീശൻ തന്നെ ആ ആരോപണം ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഒരു പാഠമായി നിയമസഭാ രേഖകൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഞാൻ ചിരിക്കണോ കരയണോ എന്നാണ് അദ്ദേഹം നിയമസഭയിൽ ചോദിച്ചത്. അപ്പോഴെങ്കിലും മുഖ്യമന്ത്രിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർലമെന്ററി പാർട്ടി, നിങ്ങൾ നിയമസഭയിൽ പറയണ്ട പോട്ടെ, പാർലമെന്ററി പാർട്ടി വിളിച്ചു ചേർത്തപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണം, അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ നേതാവാണല്ലോ ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പുറത്തു വരണമല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ അതിനെ ഇപ്പോഴും ഡിസോൺ ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ്. ഇനി താങ്കൾ ചോദിച്ച അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചത്, ശ്രീ PV അൻവറിന് ഈ UDFലേക്ക് കടന്നു വരാനുള്ള ക്രെഡൻഷ്യൽസ് എല്ലാം ആയിട്ടുണ്ടോ എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തേത്, അദ്ദേഹം ക്ഷമ പറഞ്ഞതോടുകൂടി ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചോന്നാണ്. PV അൻവറിന് UDFലേക്ക് കടന്നു വരാനുള്ള ക്രെഡൻഷ്യൽസ് ആയിട്ടുണ്ടോ എന്ന് 7:30 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ 24 ന്യൂസിൽ വന്നിരുന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഞാൻ താങ്കളോട് പറഞ്ഞല്ല പരിഹരിക്കപ്പെടേണ്ടത്. ഒരാൾ UDFലേക്ക് കടന്നു വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ടി UDFലേക്ക് കടന്നു വരണമെങ്കിൽ അത് UDFന്റെ കക്ഷികൾ എല്ലാവരും ചർച്ച ചെയ്യണം. UDF നേതൃയോഗത്തിൽ ചർച്ച ചെയ്യപ്പെടണം, UDFന്റെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ഓരോ പാർട്ടികളും അതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയണം. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പാർട്ടിയെയോ ഒരു വ്യക്തിയെയോ UDFന്റെ ഭാഗമാക്കണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും UDFന്റെ ചെയർമാനും കൂടിയായ പ്രതിപക്ഷ നേതാവും അതുപോലെ ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടിയും മുതിർന്ന നേതാക്കന്മാർ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ശ്രീ K മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരുമെല്ലാം അഭിപ്രായം പറഞ്ഞു ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് UDFലാണ്. അദ്ദേഹം എടുത്തുള്ള നിലപാടുകളെ സംബന്ധിച്ച് ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് UDFലാണ്. പക്ഷേ ഞങ്ങൾക്കെതിരായി അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളും അതിൻ്റെയൊക്കെ നിജസ്ഥിതിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് പൊതുസമൂഹത്തിന് നേരത്തെ ബോധ്യമുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ പറഞ്ഞതുപോലെ UDFന്റെ ഭാഗമാകണമോ അൻവർ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഈ 7:30 ചർച്ചയിൽ താങ്കൾക്ക് പറയാൻ പറ്റില്ല എന്നത് എനിക്ക് ക്വയറ്റ് അണ്ടർസ്റ്റാൻഡബിൾ, ഒരു സാമാന്യ യുക്തിയാണ്. പക്ഷെ ഞാൻ ചോദിച്ചത് ആ അർത്ഥത്തിലല്ല. ഞാൻ ചോദിച്ചത് അൻവറുമായി കഴിഞ്ഞ ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ സഹകരണം സംബന്ധിച്ച്, ചേലക്കരയിലെ ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പ് വേളയിലെ സഹകരണം സംബന്ധിച്ച് പാർട്ടിക്കകത്തുണ്ടായിരുന്ന 2 അഭിപ്രായങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതായത് KPCC അധ്യക്ഷൻ K സുധാകരന് ഈ ഒരു ഘട്ടത്തിൽ അൻവറിന്റെ സഹായം സ്വീകരിക്കാമെന്ന അഭിപ്രായം, VD സതീശന് എതിർപ്പുമായിരുന്നല്ലോ. ആ ഒരു സാഹചര്യം, അതായത് UDF ഒന്നും നമ്മൾ പോണ്ട, കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ഈ അഭിപ്രായ ഭിന്നത അത് മാറി സ്വീകരിക്കാൻ പാകത്തിലുള്ള ഒരു ക്രെഡൻഷ്യൽ, ഒരു സംശുദ്ധി PV അൻവറിന് കൈവന്നു എന്നാണ്. പിന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിനിടയിൽ താങ്കളോട് ചോദിച്ചിരുന്നു, അൻവറിനെ കൊണ്ട് UDFന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന്. അതിലൊരു മറുപടി എന്താവും താങ്കളുടെ എന്നറിയാനാണ് ഞാൻ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നത്. അൻവറിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ഭാഗമായിട്ടാണ് പരിഗണിക്കപ്പെടേണ്ടത്, ചർച്ച ചെയ്യപ്പെടേണ്ടത്. അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകളും അൻവർ UDF ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടും അൻവർ സ്വാഭാവികമായിട്ടും ഇന്ന് താങ്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, ഈ വരാൻ പോകുന്ന എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് സംജാതമാകുന്നു എന്ന കാര്യത്തിൽ താങ്കൾക്ക് തർക്കമില്ലല്ലോ. ആ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻവർ. ആ പിന്തുണയെ UDFന്റെ മുഴുവൻ നേതാക്കന്മാരും ആ പിന്തുണയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, അവിടെ എത്തി നിൽക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ, അദ്ദേഹത്തിന്റെ മുന്നിൽ UDFന്റെ വാതിലുകൾ അടച്ചിടുകയോ തുറന്നിടുകയോ ചെയ്തിട്ടില്ല. അതിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ പോലും, താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ കോൺഗ്രസിൽ പോലും ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കോൺഗ്രസിൽ ചർച്ച ചെയ്യും. കോൺഗ്രസിൻ്റെ അഭിപ്രായം UDFൽ പറയേണ്ടതുണ്ട്. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെ RSPയുടെ ഉൾപ്പെടെ കേരള കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ എല്ലാ കക്ഷികളും അവരവരുടേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, വ്യക്തിപരമെന്ന് ഞാൻ ഉദ്ദേശിച്ച ആ പാർട്ടികളുടെ UDFിലെ ഘടകകക്ഷികളായ ഓരോ പാർട്ടികളുടെയും അഭിപ്രായം UDFന്റെ യോഗത്തിൽ പറയണം. സ്വാഭാവികമായും അവിടെ തുറന്ന ചർച്ച നടക്കും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അൻവർ ഈ അടുത്ത സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറഞ്ഞത് മുതൽ അതിനു മുമ്പ് അൻവർ UDFനെതിരായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ട് അതിലൊരു കൺക്ലൂഷനിലേക്ക് എത്തും.